നമസ്കാരം. കൂത്താട്ടോളം മിഷനിലേക്ക് ഏവർക്കും സ്വാഗതം. കൂത്താട്ടോളം വടകര സെന്റ് ജോൺസ് സിറിയൻ ഹയർ സെക്കൻഡറി സ്കൂളിലെ ഹരിത നേച്ചർ ക്ലബിന്റെയും SPC യൂണിറ്റിന്റെയും നേതൃത്വത്തിൽ ആറൂർ പരിശുദ്ധം അഗ്രോ ഫാം സന്ദർശനം നടത്തി. 40 വിദ്യാർത്ഥികളും 3 അധ്യാപകരും പങ്കെടുത്തു. അഗ്രോ ഫാം കവാടത്തിൽ വിദ്യാർത്ഥി സംഘത്തെ സ്ഥാപന ഉടമ സ്വീകരിച്ചു. 7500ഓളം വരുന്ന വിയറ്റ്നാം എയർലി പ്ലാവുകൾ, കരനെൽ കൃഷി, 500ഓളം വിവിധ ഫലവൃക്ഷങ്ങൾ, മീൻകുളം, സ്വാഭാവിക വനം ഇവയെല്ലാം ഉൾപ്പെട്ട 14 ഏക്കർ സ്ഥലം സന്ദർശനം കുട്ടികൾക്ക് ഒരു പ്രത്യേക അനുഭവമായിരുന്നു. പരിപാടികൾക്ക് അധ്യാപകരായ VN ഗോപകുമാർ, VN ബിജി, ജോമി വിൽസൺ എന്നിവർ നേതൃത്വം നൽകി. വടകര സെന്റ് ജോൺസ് സിറിയൻ ഹയർ സെക്കൻഡറി സ്കൂളിലെ ഹരിത നേച്ചർ ക്ലബിൻ്റെയും സ്റ്റുഡൻറ് പോലീസ് കേഡറ്റ് യൂണിറ്റിൻ്റെയും നേതൃത്വത്തിൽ ഇന്ന് ആരക്കുഴ പഞ്ചായത്തിലെ പരിശുദ്ധം അഗ്രോ ഫാം സന്ദർശിക്കുകയുണ്ടായി. വളരെ മനോഹരമായിട്ടുള്ള നല്ല പരിസ്ഥിതി സൗഹൃദമായ ഒരു പ്രദേശം. 14 ഏക്കർ വരുന്ന ഈ അഗ്രോ ഫാം അക്ഷരാർത്ഥത്തിൽ കുട്ടികളെയും അധ്യാപകരെയും, നമ്മുടെ ഈ എറണാകുളം ജില്ലയിൽ തന്നെ ഇങ്ങനെ ഒരു അഗ്രോ ഫാം ഉണ്ട് എന്നുള്ളത് വിസ്മയിപ്പിക്കുന്ന കാഴ്ച തന്നെയാണ്. 7500ഓളം വരുന്ന വിയറ്റ്നാം എയർലി പ്ലാവുകൾ, കരനെൽ കൃഷി, വാഴക്കൃഷി, കപ്പകൃഷി, അതുപോലെ 200ഓളം വിവിധ ഫലവൃക്ഷങ്ങൾ, അങ്ങനെ വളരെ മനോഹരമായ വൃക്ഷലതാദികളുടെ ഒരു കാഴ്ച ഇവിടെ നമുക്ക് കാണാനായിട്ട് പറ്റും. അതുകൊണ്ട് സമുദ്രനിരപ്പിൽ നിന്ന് 1000ഓളം അടി ഉയരത്തിൽ കിടക്കുന്ന ഈ പ്രദേശം അങ്ങ് എഞ്ചിനീയറിംഗ് കോളേജ് കാണാം. മൂവാറ്റുപുഴ നിർമ്മല കോളേജിൻ്റെ ഏതാനും ചില ഭാഗങ്ങളൊക്കെ ഇവിടെ നിന്നാൽ കാണാനായിട്ട് സാധിക്കും. മലയക്കുരിശ് പള്ളി തീർത്ഥാടന കേന്ദ്രം അത് കാണാനായിട്ട് സാധിക്കും. ചുറ്റും ഇന്നത്തെ കാലാവസ്ഥ ഒരു മൂന്നാറിന് തുല്യമായ ഒരു കാലാവസ്ഥയാണ്. വെയിലുമില്ല, തണുപ്പുമില്ലാത്ത കാലാവസ്ഥ. ഇവിടെ കയറി വന്നപ്പോൾ കുട്ടികൾക്ക് തങ്ങളുടെ പാഠ്യപദ്ധതിയോടൊപ്പം ബന്ധപ്പെട്ട പഠന പ്രവർത്തനങ്ങൾക്കും കാണാൻ സാധിച്ചു എന്നുള്ളതാണ്. കൃഷി രീതികളെക്കുറിച്ച്, അതുപോലെ തന്നെ ജൈവ കൃഷിയെക്കുറിച്ച് ഒക്കെ കണ്ട് മനസ്സിലാക്കാനായിട്ടും സാധിക്കുകയുണ്ടായി. ഏവർക്കും ഞാൻ പറയുകയാണെങ്കിൽ അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും മറ്റുള്ളവർക്കൊക്കെ പരിസ്ഥിതി സ്നേഹിക്കുന്ന, കൃഷിയെ സ്നേഹിക്കുന്ന ഏതൊരാൾക്കും ഇവിടെ വന്ന് ഈ പ്രദേശം സന്ദർശിക്കാവുന്നതാണ്. ഇവിടെ പ്രത്യേകമായ ഫീസൊന്നും വാങ്ങാതെ ഇതിൻ്റെ MD ശ്രീ മണി അദ്ദേഹം നമ്മളെ സ്വീകരിച്ചു. കുട്ടികൾക്ക് വേണ്ട മധുരപലഹാരങ്ങളും മറ്റുമൊക്കെ കൊടുത്താണ് ഇവരെ ഈ കവാടത്തിൽ സ്വീകരിച്ചത്. ഒരുപക്ഷെ എറണാകുളം ജില്ല നമ്മുടെ ഈ സെന്റ് ജോൺസ് സിറിയൻ ഹയർ സെക്കൻഡറി സ്കൂളാണ് ആദ്യമായിട്ട് ഈ പ്രദേശം സന്ദർശിക്കുന്നതിനായിട്ട് എത്തിച്ചേർന്നത്. നമുക്ക് ഇതുപോലെ തന്നെ ഒരു തോട്ടം, കേരളത്തിലെ ഏറ്റവും വലിയ സ്കൂളുകളിലെ ഏറ്റവും വലിയ ഔഷധത്തോട്ടം, ഫലവൃക്ഷത്തോട്ടമുള്ള നമ്മുടെ സെന്റ് ജോൺസിൽ നമ്മൾ അവിടെ കാണാത്തത് പല കൃഷികളും രീതികളും എല്ലാം ഇവിടെ കാണാനായിട്ട് സാധിച്ചു. നമുക്ക് കുറച്ചുകൂടി മാതൃകയാക്കാവുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളും ഇവിടെ കാണാനായിട്ട് സാധിച്ചു.
അരുവിപ്പുഴ പഞ്ചായത്തിലെ പരിശുദ്ധം അഗ്രോഫാമിലാണ് ഞങ്ങളിന്ന് ഇവിടെ നിൽക്കുന്നത്. സ്റ്റുഡൻറ്റ് പോലീസ് കേഡറ്റായിട്ടുള്ള 10-20 കുട്ടികളോളം, അതുപോലെ തന്നെ നേച്ചർ ക്ലബിൻ്റെ ഭാഗമായിട്ടുള്ള കുട്ടികളും ഞങ്ങളിന്നിവിടെ സന്ദർശിക്കാനായിട്ട് എത്തിയിരിക്കുകയാണ്. ഇവിടെ എത്തിയപ്പോഴാണ് ഹരിതമനോഹരമായ ഈ കാഴ്ച ഞങ്ങളെ വിസ്മയിപ്പിച്ചത്. വളരെ മനോഹരമായ ഒരു കാഴ്ചയാണ് ഞങ്ങൾക്ക് ഈ കുന്നിൻ്റെ മുകളിൽ കയറിയപ്പോൾ ആസ്വദിക്കാൻ സാധിച്ചത്. മഞ്ഞ് മൂടി കിടക്കുന്ന, അതുപോലെ തന്നെ ചങ്ങലവട്ട പോലെ കിടക്കുന്ന മലകൾ ദൂരത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ അങ്ങ് ദൂരെ ഒരുപാട് പ്രദേശങ്ങൾ കാണാൻ സാധിക്കുന്നുണ്ട് ഇവിടെ നിന്നാൽ. അപ്പോൾ ഈ ഒരു ദൃശ്യം ഞങ്ങൾക്ക് ഒരുക്കി തന്ന ഈ അഗ്രോ ഫാമിൻ്റെ ഡയറക്ടർക്കും അതുപോലെ തന്നെ മറ്റ് എല്ലാ ജീവനക്കാർക്കും ഞങ്ങളുടെ സെൻറ്റ് ജോൺ സിറിയൻ ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ പേരിൽ വളരെയധികം ഹൃദ്യമായ നന്ദി രേഖപ്പെടുത്തുന്നു. വടകര സെൻറ്റ് ജോൺ സ്കൂളിൽ നിന്ന് പരിശുദ്ധം ഫാമിലിയായിട്ട് സ്റ്റുഡൻറ്റ് പോലീസും പരിസ്ഥിതി പ്രവർത്തകരുമായിട്ട് ഒരു യാത്ര പോയി, സ്റ്റഡി ടൂറ്. ഞങ്ങൾ ഇവിടെ വന്നപ്പോൾ വിചാരിച്ചു അധികം കാണാനൊന്നും ഉണ്ടാവില്ല എന്ന്. പക്ഷേ ഇവിടെ നടന്നു കയറി വന്നപ്പോഴാണ് ഇതിൻ്റെ മനോഹാരിത കണ്ടത്. കുറേ തരത്തിലുള്ള പ്ലാവും വാഴയും ഒക്കെ ഞങ്ങൾ കണ്ടു. ഇവിടെ നിന്ന് ഇപ്പോൾ തിരിച്ചു പോകാൻ പറ്റുന്നില്ല, കാരണം അത്ര മനോഹരമാണ് ഇവിടെ. നല്ല അന്തരീക്ഷമൊക്കെ നിറഞ്ഞൊരു സ്ഥലമാണ്. ഞാൻ സെൻറ്റ് ജോൺ സിറിയൻ ഹയർ സെക്കൻഡറി സ്കൂളിലെ ഒരു SPC കേഡറ്റാണ്. ഞങ്ങൾ ഇന്ന് സ്കൂളിലെ SPC കേഡറ്റ്സും പരിസ്ഥിതി ക്ലബിൻ്റെ ഭാഗവുമായിട്ട് ഇന്ന് പരിശുദ്ധം ഫാം സന്ദർശിക്കാൻ വേണ്ടി എത്തിയതാണ്. ഇവിടെ വന്നപ്പോൾ തന്നെ നല്ല ക്ലൈമറ്റും നല്ല അന്തരീക്ഷമൊക്കെയാണ്, വെയിലൊന്നുമില്ലാതെ നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ട്. 7300 തരത്തിലുള്ള പ്ലാവുകളും അങ്ങനെ ഓരോ വാഴകളും അങ്ങനെ ഓരോരോ തരത്തിലുള്ള ചെടികളും, നല്ല അന്തരീക്ഷമാണ്. വെയിലൊന്നും ഇല്ലാതെ നല്ല തണുപ്പും ഒക്കെയുള്ള നല്ല കാറ്റൊക്കെ ഉള്ള ഒരു അന്തരീക്ഷമാണ്. വീടായാലും ഓഫീസായാലും നമ്മുടെ സ്വന്തമായ ഇടങ്ങൾ ഏറ്റവും മനോഹരമാവാൻ നമ്മൾ ആഗ്രഹിക്കും. ഇനി അത് സ്വപ്നം കണ്ടതിനേക്കാൾ മികച്ചതാക്കാം പയറ്റക്കുളത്തിനൊപ്പം. വരൂ, നിങ്ങളുടെ സങ്കല്പങ്ങൾക്ക് കൂടുതൽ തിളക്കമേകൂ. പയറ്റക്കുളം മാർബിൾസ്, കൂത്താട്ടുകുളം, കോതമംഗലം.